ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു പോസ്റ്റാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഈ പോസ്റ്റ് ഇപ്പം ഇല്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സജിന നൂർ ഇട്ട പോസ്റ്റാണിത്. റസൂൽ പൂക്കുട്ടിയായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ പ്ലസ് ഒരു മിറർ സെൽഫി. വയറിൻ്റെ അവിടെ ഒരു ഒരു ഫോട്ടോ, ഓക്കെ, 9 വീക്ക് എഴുതിയിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ പ്രഗ്നൻസി റിവീലിംഗ് സാധനമാണ്, അതിൻ്റെ ഒരു ടൈം റിവീലിംഗ് സാധനമാണ് എന്നുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എഡിറ്റർ ബ്രില്യൻസ് ആണ് വയറ്റിൻ്റെ അവിടെ 9 വീക്ക് ആ ഒരു പിക്ക് അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഫോട്ടോ വന്നു, അത് ഭയങ്കര വൈറലായി, അത് സ്റ്റോറി ആയിട്ട് വന്നു, പിന്നെ ലേറ്റർ ഓൺ അതൊരു പോസ്റ്റായിട്ട് വന്നു. എനിക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ അറിയുന്നത് കൊണ്ട് ഞാനൊരു കൺഗ്രാജുലേഷൻസ് ഇട്ടു. ഓക്കെ, അതുകൊണ്ട് തന്നെ കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. ഇല്ല വേണ്ട അയ്യ ഒത്തോ സർക്കാസം ഒന്നും പറയാൻ നിൽക്കണ്ടല്ലോ. എനിക്ക് ഇവരുടെ റിലേഷൻ സജിന വഴി തന്നെ, സജിന എന്നോട് പറഞ്ഞ് അറിയുന്നതുകൊണ്ട് തന്നെ ഞാനതിന് കൺഗ്രാജുലേഷൻസ് ഇട്ടു. ഇതിനു മുമ്പും ഫെബ്രുവരിയിൽ ഇതേപോലൊരു പോസ്റ്റ് സ്റ്റോറി ആയിട്ട് സജിന ഇട്ട സമയത്ത് അതൊരു റിവീലിംഗ് ആയിരുന്നു. ഓക്കെ, ആ ടൈമിലും കൺഗ്രാജുലേഷൻ പേഴ്സണൽ മെസ്സേജിൽ അയച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഫൈൻ, അതിന് സജിന എന്നോട് തിരിച്ച് റെസ്പോണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു, സന്തോഷമുള്ളൊരു കാര്യം. ഒരാൾ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൊരു കാര്യമില്ലേ. എനിക്ക് അവരുടെ റിലേഷൻ അറിയുകയും ചെയ്യുക, സജിന എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടു. ഇന്നലെ മുതൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് കുറേ പേര് സായി വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ നോക്കും, സായി സജിന നൂർ ഫിറോസ് ഖാൻ ഇഷ്യൂ വീഡിയോ ചെയ്യും. ഞാനിതൊരു ഇഷ്യൂ ആയിട്ട് കണ്ടില്ല. ഓക്കെ, വൈ? ബിക്കോസ് രണ്ട് മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ ഓസ്കാർ കിട്ടിയ ഒരാൾ, ഓക്കെ, ഒരാൾ ഓൾറെഡി ലൈഫിൻ്റെ പല ഫേസുകൾ കണ്ടൊരു വ്യക്തി. ഉള്ള കുട്ടികളൊന്നും അല്ലല്ലോ, നല്ല മെച്യൂരിറ്റി ഉള്ള അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാർ രണ്ടുപേരും. അവർക്ക് ഇങ്ങനെയാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം ഓക്കെയാണ്. അതിലിപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടോ അവരായിട്ട്? ഇല്ല. അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ. ചോദിക്കാനുള്ള ആൾക്കാർ ഞാനോ നിങ്ങളോ അല്ല. ഒന്ന് ഫിറോസ് ഖാൻ ചോദിക്കാം, കാരണം ഇവർ ഡിവോഴ്സ് ആയിട്ടില്ല ലീഗലി. അപ്പോൾ ഇപ്പോഴും ലീഗലി ഫിറോസ് ഖാൻ ഹസ്ബൻഡാണ് സജിനയുടെ. ആൻഡ് ഓൾറെഡി ഫിറോസ് ഖാൻ പറയുന്നുണ്ട്, ഫിറോസ് ഖാൻ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് സീരിയസ് ഇഷ്യൂസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം പിരിയാനുള്ള കാരണക്കാരൻ എന്നുള്ളത് കൃത്യമായിട്ട് ഫിറോസ് ഖാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഫിറോസ് ഖാൻ ചോദിക്കാം, ഇങ്ങനൊരു പോസ്റ്റ് വന്നിട്ടും ഫിറോസ് ഖാൻ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഫിറോസ് ഖാനെ പൊടി പോലും കാണാനില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഫിറോസ് ഖാനാണ് ചോദിക്കേണ്ട ഒരാൾ. അടുത്ത ചോദിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടീൻ്റെ ഫാമിലിയാണ്. മക്കൾ 2 പേരുണ്ട്. ഓക്കെ, വൈഫുണ്ട്. വൈഫിന് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട് തോന്നുന്നു, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്. അങ്ങനെ ആരെങ്കിലും വേണം ഇതിനകത്ത് ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ ചോദിക്കാനും. അല്ലാതെ ഞാനോ നിങ്ങളോ പോയിട്ട് സജിന നൂർ നീ ഗർഭിണിയാവോ, നീ റസൂൽ പൂക്കുട്ടി നീ ഗർഭിണിയാക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് കൈ അടിച്ച് വിടുക എന്നല്ല ഇതിനെന്താ പറയുക. ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ പക്ഷേ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് എന്താ പറയുക, 1 മണിക്കൂർ ആയിട്ടില്ല, ഒരു 1/4 മണിക്കൂർ മുമ്പ് സജിന വന്നിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ. എൻ്റെ അക്കൗണ്ട് ഹാക്കായിപ്പോയി. ഹാക്കർ ആരോ ആണ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഇട്ടതെന്നുള്ളത്. എൻ്റെ എൻ്റെ ബ്രെയിൻ അടിച്ചു പോയിട്ടുണ്ട്, ബ്രെയിൻ ഫെയ്ഡായി എനിക്ക്. ഹാക്കറാടാ ഇങ്ങനൊരു സാധനം. സീരിയസ്ലി അത് ഏത് ഹാക്കർ എന്നുള്ളത് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തു. ഹാക്കർ ആണെങ്കിൽ സജിന ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, സൈബർ വഴി കേസ് കൊടുത്തിട്ട് ആര് ലോഗിൻ ചെയ്തത് എവിടെ നിന്നാണെന്നും ഈ പോസ്റ്റ് എവിടുന്ന് ഏത് റീജിയനിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ സൈബറിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം ഇതിനകത്ത് ആ ഫോട്ടോ സജിനയുടെ അല്ല എന്നുള്ളത് സജിനയ്ക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ആ കയ്യിലുള്ള മോതിരും സംഗതിയൊക്കെ നോക്കുമ്പോൾ സജിനയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള സജിനേൻ്റെ ഫോട്ടോ, അതും എഗെയിൻ അതൊക്കെ പേഴ്സണൽ ലിസ്റ്റിൽ ഫോണിലുള്ള ഫോട്ടോസ് ആയിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ ഒരു ഹാക്കറിൻ്റെ ഒരു കിട്ടി. അത് മാത്രമല്ല 9 മാസം പ്രഗ്നൻ്റ് എന്നുള്ള ഇങ്ങനെ ഒരു ഹാക്കർക്ക് മനസ്സിലായി. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് എനിക്ക് ചോദിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിപ്പോയി. കാരണം നമ്മളും കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് നാളെ നാട്ടുകാർ വന്നിട്ട് നമ്മളോടും ചോദിക്കുമല്ലോ, നീ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കൺഗ്രാജുലേഷൻ ഇട്ടിട്ട് ഇപ്പം എന്താ പറയുക ഹാക്കറാന്നുള്ള ചോദ്യം നമ്മളോടും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ടാണ് എന്താണെങ്കിലും സജിന നൂർ ഇട്ട വീഡിയോയിലേക്ക് പോകാം. സജിന ഇത് ഒറ്റയ്ക്കല്ല ഇട്ടിട്ടുള്ളത്, കൊളാബറേറ്റഡ് വിത്ത് ഷാലു ബൂൺ. ഓക്കെ, എന്താണോ സജിന പറഞ്ഞത് അത് ഷാലു എൻഡോസ് ചെയ്യുന്നുണ്ട്, ഇത് ഹാക്കാണ് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഷാലുവിനായിട്ട് ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചോദിച്ചപ്പോൾ ഷാലു പറഞ്ഞത് ഇങ്ങനെ അവർ ഭയങ്കരമായിട്ട് അക്കൗണ്ട് പോയതിന് ശേഷം വെറീഡായപ്പോൾ
ഇതിന് മുമ്പ് ഷാലുവിൻ്റെ കയ്യിൽ ലോഗിൻ ഉള്ളത് കൊണ്ട് ഷാലുവിന് ലോഗിൻ ചെയ്യാൻ പറ്റി ഒരുപാട് ശ്രമിച്ചു എന്നൊക്കെയാണ്. ടെക്നിക്കലി ഡസൻ മേക്ക് എനി സെൻസ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ സജിനയ്ക്ക് ഇതിൻ്റെ ഒരു ABCD അറിയുന്ന ഒരാളല്ല എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ട്. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അവരങ്ങനെ ധാരണയുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ ധാരണ ഉണ്ടോ ഇല്ലയെന്നല്ല, ഈ ഹാക്ക് സ്റ്റോറി വിശ്വസിക്കാൻ രേഷൻ പാടുണ്ട്. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനൊരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് ഓക്കെ, അപ്പോൾ ഹാക്ക് ചെയ്തതാണെന്നാണ് ഇവിടെ സജിന പറയുന്നത്. ഷാലു അക്കൗണ്ട് മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഷാലു എന്നോട് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഷാലു കുറച്ച് കാലം മുമ്പ് തന്നെ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്തതാണ്. ഇപ്പം എൻ്റെ കയ്യിലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു, എൻ്റെതല്ലാതെ വേറൊരാളുടെ അക്കൗണ്ട്. ഞാനത് ലോഗ് ഔട്ട് ചെയ്തു. എൻ്റെ ഡിവൈസിൽ നിന്ന് ലോഗ് ഔട്ടാണ് ആ അക്കൗണ്ട്. ഒറിജിനൽ അക്കൗണ്ട് ഏതോ ഹാക്കർ തൂക്കി. എൻ്റെ ഫോണിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തൊരു അക്കൗണ്ട് വീണ്ടും ഞാൻ ഹാക്കർ കൊണ്ടുപോയ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെടാപ്പാടാണത്. ഓക്കെ, നല്ലൊരു ഹാക്കറാണ്, പണി അറിയുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരു വഴിക്കും ആ സാധനം ഉണ്ടാവുന്നത്. നമ്മുടെ സ്വന്തം ഡിവൈസ് നമ്മൾ സ്വന്തം അല്ലാതെ വേറൊരു സെക്കൻഡ് പാർട്ടിക്ക് ആ സാധനം വളരെ ടഫായിരിക്കും. അതൊന്നും എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു ഹാക്കറാണ് ഇത് തൂക്കിയതെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഹാക്കർ ഓബ്വിയസ്ലി ഇങ്ങനൊരു അക്കൗണ്ടിനെ പുതിയൊരു രീതിക്ക് അവരുടേതായിട്ടുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസും മെയിൽ ID യും പരിപാടികളൊക്കെ വെച്ച് സെറ്റാക്കി സേഫാക്കി വെച്ചിട്ടുണ്ടാവും. ഫൈൻ, ഇത്ര പെട്ടെന്നൊന്നും ഇത് റിക്കവറായി കിട്ടില്ല. എൻ്റെ കണക്കിനത് കിട്ടാൻ വളരെ പാടാണ്. കാരണം ഇവിടെ എത്രയോ അക്കൗണ്ടുകൾ ഇങ്ങനെ ഹാക്കർ തൂക്കിയിട്ട് ഇന്നും കൊല്ലങ്ങളും ദിവസങ്ങളുമായിട്ട് പെടാപ്പാട് വിട്ട് നടക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കാശ് അത്രയും മുടക്കി എടുക്കേണ്ട പരിപാടിയാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു ഹാക്കർ കൊണ്ടുപോയി ഇങ്ങനൊരു ഭയങ്കര കോൺട്രോവേഴ്ഷ്യലായിട്ടുള്ള പോസ്റ്റാണ് വന്നത്. എക്സ്ട്രീംലി കോൺട്രോവേഴ്ഷ്യലായിട്ടുള്ള പോസ്റ്റാണ് വന്നത്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ റസൂൽ പൂക്കുട്ടി ഞാൻ ലോക മലയാളികൾ ലിസ്റ്റ് എടുത്താൽ സഞ്ജു സാംസൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് റസൂൽ പൂക്കുട്ടിനായിരിക്കും ലോക മലയാളികൾ, ബിക്കോസ് ഓഫ് ഓസ്കാർ അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഫിഗറാണ് അവിടെ ഉള്ളത് ആ ഒരു കോൺട്രോവേഴ്ഷ്യൽ പോസ്റ്റിനകത്ത്. ഈ ഒരു സാധനം ഭയങ്കര കോൺട്രോവേഴ്സി ആവും ചെയ്തു. ഇതിങ്ങനെ വരുമ്പോൾ ഒന്നിലും റസൂൽ പൂക്കുട്ടീൻ്റെ അക്കൗണ്ട് വഴി അത് സജിനയുടെ അക്കൗണ്ട് ഹാക്കായതാണ് ഒരു എന്താ പറയുക, ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. അത് ചെയ്തിട്ടില്ല. ഇനി റസൂൽ പൂക്കുട്ടി പോട്ടെ, അയാളെ ഇനി ഇത് പിക്ചർക്ക് കൊണ്ടുവരണ്ട അല്ലെങ്കിൽ അയാൾ വരുന്നില്ല എന്ന് വെച്ചിട്ടാണെന്ന് വിചാരിച്ചു. ഷാലു ഭയങ്കര ക്ലോസ് അല്ലേ ഷാലുബൂണ് നല്ല വിസിബിലിറ്റി ഉള്ള അക്കൗണ്ടാണ്. ഷാലുബൂൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു സ്റ്റോറി, ഒരു പോസ്റ്റ്, ഒന്നും വേണ്ട, ഈ പറഞ്ഞ സജിനയ്ക്ക് തന്നെ കേരളത്തിലെ എല്ലാ ടോപ്പ് ഓൺലൈൻ ചാനൽസിനെയും അറിയാം. ഷാലു എന്നല്ല, സജിനേൻ്റെ ഒറ്റ വിളിയിൽ നീലക്കുയിലടക്കമുള്ളവർ പറന്നെത്തും. അങ്ങനെയാണല്ലോ ഇതിന് മുന്നത്തെ പോസ്റ്റ് പോയേ, നീലക്കുയിലിനോട് ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ നീലക്കുയിലിനെ വിളിച്ച് പറഞ്ഞാൽ മതി, ഇങ്ങനെ അക്കൗണ്ട് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട്. കാരണം സജിനേൻ്റെ ഇടണേക്കാൾ റീച്ച് നീലക്കുയിലിൻ്റെ ഇട്ടാൽ കിട്ടും. മനസ്സിലായില്ല? നീലക്കുയിലിൻ്റെ സജിന് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്, എൻ്റെ അക്കൗണ്ട് ഹാക്കായി, അതിൽ വന്ന പോസ്റ്റായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരിലേക്ക് എത്തുമായിരുന്നു. അതും ചെയ്തില്ല. ഇനി വേണമെങ്കിൽ പറയാം, ഒരു ദിവസം കഴിഞ്ഞാൽ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ ഒന്നും അറിയാതിരിക്കുക എന്നുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല. അത് ഇത്രയും കോൺട്രോവേഴ്ഷ്യലായ സാധനം ഒന്നും അറിയാതെ ഐസൊലേറ്റ് ആയിട്ട് ഇരിക്കാൻ സജന നൂർ വീണ്ടും ബിഗ് ബോസിനകത്ത് കയറിയോ?
അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും പറയാം, അതിനകത്തേക്ക് നമുക്കൊന്നും അറിയാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയല്ലല്ലോ, സ്വന്തം വീട്ടിലും ഫ്ലാറ്റിലും സ്വന്തം കൂട്ടക്കാരെയും കുടുംബക്കാരെയും ഫ്രണ്ട്സിൻ്റെയും ഒപ്പമല്ലേ. ഇത് വന്നത് നെക്സ്റ്റ് സെക്കൻഡ് ഇത്രയും കോൺട്രവേഴ്ഷ്യലായ സാധനം നമ്മൾ അറിയൂലോ. അപ്പോൾ എന്തുകൊണ്ട് അറിഞ്ഞതിന് ശേഷം ആക്ട് ചെയ്തില്ല? ഇനി അങ്ങനെ പോയി ഹാക്കായി ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്താ ചെയ്യുക? സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഞാനാണെങ്കിൽ അതെ, എൻ്റെ ഹാക്കുമായി ഞാൻ അറിയാത്ത എന്തെങ്കിലും, എനിക്ക് ഇന്നായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പോസ്റ്റ് എൻ്റെ അക്കൗണ്ട് കൊണ്ടുപോയി ഒരു ഹാക്കർ ഇട്ടാൽ ഞാൻ സ്പോട്ടിൽ ഇമ്മീഡിയറ്റ്ലി ഞാനത് കേസാക്കും. കാരണം നാളെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വരണ്ടെന്ന് വെച്ചാൽ അതിന് കേസ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം ആ സ്പോട്ടിൽ. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇതിനകത്തില്ല. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഷാലൂബൂൺ ഇവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഒരാൾ എന്നുള്ളത് അതെനിക്ക് ഡൈജസ്റ്റ് ആയില്ല. രണ്ടാമത് ഷാലുവിന് ഇതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് മേ ബി ഷാലുവിന് ഇതൊരു പിടുത്തമുണ്ടാവില്ല. ഷാലു ജസ്റ്റ് കയറിയിട്ട് ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് OTP സാധനങ്ങളും മെയിലും റിക്കവറിയൊക്കെ നോർമൽ സാധനങ്ങൾ വഴി, മനസ്സിലായി, ഹാക്കിംഗ് അല്ല. നോർമലി ഏതെങ്കിലും ഒരാൾ കയറിയിട്ട് നമ്മളെ പാസ്വേഡ് അടിച്ച് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആൾ അപ്പുറത്ത് ഇരുന്നിട്ട് ഇതിൻ്റെ OTP സാധനങ്ങളും പറഞ്ഞു കൊടുത്താൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വല്ല കേസാണോ എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവർ തന്നെ കുറേ മീഡിയക്കാർക്ക് ഇതിന് ലോഗിൻ കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവരിൽ ആരെങ്കിലും ഒരാൾ ആണെങ്കിലോ, ഇനി അതും പോട്ടെ, ഇങ്ങനെ ഇവരുടെ ഈ പേഴ്സണൽ വാലറ്റിലുള്ള ഫോട്ടോ ഒക്കെ എങ്ങനെ, ഇത് എനിക്ക് തോന്നുന്നത് പേഴ്സണൽ വാലറ്റില്ല. ആ ഫോട്ടോ ഒന്ന് പബ്ലിക്കായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആ ഫോണും പിടിച്ച് വെക്കുന്നത് ഐ എം നോട്ട് സീൻ ദാറ്റ്. ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ സജനയ്ക്ക് പറയാം അത് വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്താണോ എന്നുള്ളത്. റസൂൽ പൂക്കുട്ടിയായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഹാക്കർ സജനയുടെ ഇൻസ്റ്റാഗ്രാമും മാത്രമല്ല ഫോണും ഹാക്ക് ചെയ്തോ? അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു തിങ്ക് ചെയ്യേണ്ട സാധനം. ഹാക്കിംഗ് ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ഇതിനകത്ത്. മനസ്സിലായോ? ബാക്കി കേൾക്കാം. കേസ് വഴി തന്നെ മൂവ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സൈബർ സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫായിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ, അമ്പത് നിങ്ങൾ വിശ്വസിക്കുക. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എൻ്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിൻ്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. ഇത് സജന മാത്രമൊന്നുമല്ല നിയമപരമായിട്ട് നീങ്ങണ്ട. റസൂൽ പൂക്കുട്ടി അവിടെ അയാൾക്കത്തെ നിയമപരമായിട്ട് നീങ്ങിയ ലോകം അറിയുന്ന, ലോകം ആദരിച്ചൊരു വ്യക്തി അല്ലേ? ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയ മലയാളി വേറെ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഓബിയസ്ലി അയാളുടെ പേര് ചീത്തപ്പേരാവുന്നൊരു വിഷയമാണല്ലോ. ഏത് ഇങ്ങനെ ഒരു ഗർഭം ഇല്ലെങ്കിൽ റിലേഷൻ ഈസ് ഫൈൻ, അയാൾ എന്തോ ആവുക, നിങ്ങളവർ റിലേഷൻ ആയിക്കോട്ടെ. ഗർഭം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചീത്തപ്പേരിലേക്ക്, അത് നല്ല കാര്യമാണ്. ഞാൻ ചീത്തപ്പേരിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ കാരണം അപ്പുറത്തും ഭാര്യയും കുട്ടികളും ഉണ്ട്, ഡിവോഴ്സ്ഡ് അല്ല. ഇപ്പുറത്തും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ എല്ലാവരും കൂടി ആയിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഫാമിലി ആയിട്ട് തന്നെയാണ് ടെക്നിക്കലി ലീഗലി ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചുമ്മാ ഒരു 9 മാസം ഗർഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വരുമ്പോൾ നിങ്ങൾക്കും അത് ഷെയിമാണ്, അയാൾക്ക് അതിലേറെ വലിയ ഷെയിമാണ്. അപ്പം പിന്നെ അയാൾ കുറച്ചുകൂടി റെപ്യൂട്ടഡായ സ്ഥാനങ്ങളിൽ ഇരുന്നൊരു വ്യക്തിയാണ്, ഇപ്പോഴും ഇരിക്കുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ്, സൊസൈറ്റീന് മുന്നിൽ ഇറങ്ങി നിന്നൊരു റെസ്പെക്റ്റ് കിട്ടാൻ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതേപോലെ അയാൾക്കെതിരെ സജനയുടെ ഫോണ് ഹാക്ക് ചെയ്ത്, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്ത് ഒരു സാധനം എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേസ് പോകണം.
അയാൾക്കാണിത്, അയാളുടെ കേസാവും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ അവിടെയൊക്കെ റസൂൽ പൂക്കുട്ടി ഈസ് ലൈക്ക് എന്താ പറയുക, ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡൗട്ടുകൾ ഇതൊക്കെയാണ്. അതായത് ഹാക്കായി എന്ന് പറയുമ്പോൾ ഹാക്കായതാണോ 4-5 പേരുടെ കയ്യിൽ, ഇപ്പോൾ ടെക്നിക്കലി നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു അക്കൗണ്ട്, ഒരാളുടെ പേഴ്സണൽ ഒരു അക്കൗണ്ട്, അയാൾക്ക് ഒരു 5 ഡിവൈസ് മാക്സിമം 5 ഡിവൈസിന് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, എൻ്റെ അറിവിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം. 5-ൽ കൂടുതൽ ഡിവൈസുകളിൽ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ ബാക്കി ഡിവൈസുകളിൽ നിന്ന് ഇതെന്താവും, ലോഗ് ഔട്ട് ആവും ചെയ്യും. പിന്നെ അതിനൊരു ബാൻ വരാനുള്ള സാധ്യതയുണ്ട്. ഫൈൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ 5 അക്കൗണ്ടുകളാണെങ്കിൽ, ഇനിയിപ്പോൾ ഒരു 5 അക്കൗണ്ടിൽ സജിനേൻ്റെ ഇത് ലോഗിൻ ആയി എന്ന് വിചാരിച്ചു, 5 ഫോണിൽ 5 ലൊക്കേഷനിൽ. സജിനയ്ക്ക് ഓബിയസ്ലി സജിനയുടെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ആരൊക്കെയാണെന്നുള്ളത് സജിനയ്ക്ക് ഒരു വ്യക്തത ഉണ്ട് എന്നാണ്, ആരുടെയൊക്കെ ഫോണിൽ ഇതിൻ്റെ ലോഗിൻ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ സജിനയ്ക്ക് കുറച്ചൊരു ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ റസൂൽ കേസ് കൊടുത്താലും സജിന കേസ് കൊടുത്താലും രണ്ടുപേരും കൂടി ഒപ്പം പോയിട്ട് ഇയാളെ കണ്ടുപിടിക്കാം, ഈ വ്യക്തിയെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സജിന ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയേ ഉള്ളൂ. കൺഗ്രാജുലേഷൻസ് ഉണ്ടാകാൻ കാരണം ഓൾറെഡി സജിന എന്നോട് പറഞ്ഞതാണ് ഇവരുടെ ബന്ധത്തിൻ്റെ കാര്യം. ഓൾറെഡി ഇങ്ങനെ ഒരു സാധനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇട്ടതാണ്. കണക്കൊന്നും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല ഫെബ്രുവരിയിൽ ഇട്ട സമയത്ത്. പിന്നെ ഇപ്പോൾ 9 ആഴ്ച എന്ന് പറഞ്ഞാൽ കണക്കൊന്നും മാച്ച് ആയിട്ടില്ല ഗർഭത്തിൻ്റെ. ബട്ട് സ്റ്റിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഓക്കെ, ഗർഭം കൺഗ്രാജുലേഷൻസ്, നല്ല കാര്യമല്ലേ, ഞാൻ അങ്ങനെ ഇട്ടത്. ഫൈൻ. അപ്പം അങ്ങനെ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് ആ പോസ്റ്റ് പോയിട്ട് പിന്നെ അത് ഈ പറഞ്ഞ ഹാക്കാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായോ? അത് അത്രേ ഉള്ളൂ. ഇതിൻ്റെ വിഷയം അതാണ്. എന്താണ് ഈ ഹാക്ക്? ഇത് എന്താണ് ഇതൊരു, എന്തുകൊണ്ട് ഇതെങ്ങനെ ഹാക്ക്, ഇതിൻ്റെ ഹാക്കിൻ്റെ കാര്യം എന്താ? നമുക്ക് ഡൗട്ട്ഫുള്ളായി. ഇപ്പോൾ ഇത്ര നേരം എനിക്ക് ഡൗട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഡൗട്ട്ഫുള്ളാവുന്നത്. ഡൗട്ടാണ് നമുക്ക്, ഇതെങ്ങനെ ഹാക്കായി, ഇത് ക്ലോണ്, മോർഫ്, ഹാക്ക്, പല സാധനങ്ങളുള്ളതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന ഐറ്റങ്ങളാണല്ലോ അതൊക്കെ. അപ്പം അങ്ങനെ കൊണ്ടുപോയി സംശയം തോന്നില്ലടേ നമുക്ക്, അങ്ങനെ തോന്നിയതാ. അപ്പോൾ എന്താണെങ്കിലും ജെന്യുവനായിട്ട് ഹാക്കായതാണെന്നുണ്ടെങ്കിൽ ഹാക്കറെ കണ്ടുപിടിച്ചിട്ട് നിയമം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസും സൈബർ ഡോമൊക്കെ ഉണ്ടല്ലോ. റസൂൽ പൂക്കുട്ടിക്ക് അത്യാവശ്യം പിടിപാടുള്ളത് കൊണ്ട് പൂക്കുട്ടി അടക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ, ആളെ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ബൈ ദ വേ ഞാൻ വേറെ കാര്യം പറയാം. റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധം ഇതിനു മുമ്പും ഈ പറഞ്ഞ ഇവർ സജിന സംസാരിച്ച സമയത്ത് അവർ ഓക്കെയാണ്. ആ ബന്ധം പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് പുറത്ത് പറഞ്ഞാലും വലിയ സീനൊന്നുമില്ല. ആ ബന്ധം അയാൾ കാരണമാണ് സജിനയും ഫിറോസ് ഖാനും മാറിപ്പോയത് എന്നുള്ളത് മാത്രം പറയരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് സജിന പലപ്പോഴായിട്ട് ഇവിടെ വീഡിയോസ് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഹലോ. ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസ് ഖാടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസ് ഖാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസ് ഖാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പേഴ്സണൽ കാര്യങ്ങൾ കാണും, അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാൾ വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ. ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്.
അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പം ഞാനോ അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനോ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ ഞാനോ അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷേ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. കാരണം അവിടെ ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള അവർ തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളൊരു കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞങ്ങളെ കാരണം ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാളെ കല്യാണം കഴിച്ചോ, ഞാൻ ആരെയും ഒരാളെ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളെ ഒരാളത്തെ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ ആൾ കാരണമാണ് അല്ലെങ്കിൽ ഈ ആൾ കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന് ദയവ് ചെയ്ത് പറയരുത്. പ്ലീസ്, റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. കേട്ടല്ലോ, സജിനയുടെ വിഷയം അതാണ്. സജിനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയായിട്ട് സജിന ബന്ധത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണെന്ന് പറഞ്ഞാലും സജിന ഓക്കെയാണ്. സജിനയ്ക്ക് പ്രശ്നമുള്ള കാര്യമില്ല, ബിക്കോസ് ഷീ ഈസ് ഹാപ്പി വിത്ത് ഇറ്റ്. പക്ഷെ അത് കാരണമാണ് ഫിറോസ് ഖാൻ മാറിപ്പോയത് എന്നുള്ളത് പറയരുത് എന്നുള്ളതാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾ, അതാണ് സംഗതി. ഫിറോസ് ഖാനും സജിനയും തമ്മിൽ പിരിയാനുള്ള വില്ലൻ റസൂൽ പൂക്കുട്ടിയാണ് എന്ന് നിങ്ങൾ പറയരുത്. പക്ഷേ റസൂൽ പൂക്കുട്ടിയും ഞാനും തമ്മിൽ ബന്ധത്തിലാണ് എന്ന് സജിനയോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സജിന ഓക്കെയാണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ റസൂൽ പൂക്കുട്ടിയാണെങ്കിലും കെയർഫുൾ ആവണം, സജിനയാണെങ്കിലും കെയർഫുൾ ആവണം, എല്ലാവരും കെയർഫുൾ ആവണം. ബിക്കോസ് ചെറിയ മക്കളല്ല ഒപ്പുള്ളത്, അത്യാവശ്യം പ്രായവും വിവരവും ബുദ്ധിയൊക്കെ ഉള്ള മക്കളാണ് ഒപ്പുള്ളത്. ഈ മക്കൾക്ക് ഇത് എത്ര മാനക്കേടായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിനു മുമ്പ് ഫിറോസ് ഖാൻ്റെ സീൻ വന്നപ്പോഴൊക്കെ മക്കൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ കൺസേൺ അവർക്ക്. സോ ആ മക്കളെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ലീഗലി പറ്റുന്നില്ല, ലീഗലി മാറിപ്പോയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക, നിങ്ങൾ ഒപ്പം ജീവിക്കുക, എന്ത് വേണേൽ ചെയ്തോ. ഇത്രയും വിഷയങ്ങൾ അഡൾട്ടറീസ് കടന്നു വരില്ലല്ലോ ഇതിനകത്ത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പബ്ലിക് ആക്കുന്നത് കൊണ്ടാണ് ഇത് പബ്ലിക്കിൽ വരുന്നത്, ഇതിലൊരു ഓഡിറ്റ് വരുന്നത്. നിങ്ങൾ പബ്ലിക്കിലാക്കിയത് കൊണ്ടാണ്. നിങ്ങൾ പലരെയും ട്രസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ അക്കൗണ്ട് കൊടുത്തത് കൊണ്ടായിരിക്കും ഇത് ഹാക്കായി പോയത്. ഹാക്കെന്ന് പറയാൻ പറ്റില്ല ഇതിനകത്ത്. ഇതിന് ഹാക്കിൻ്റെ ഒരു ഏറ്റവും മൂല്യം ഞാൻ കാണുന്നില്ല. ഇതെങ്ങനെ ഹാക്കായി എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഒരു ഹാക്കറെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹാക്കാണോ മനഃപൂർവ്വം ആരെങ്കിലും എടുത്തിട്ട് ഇപ്പോൾ സജിന ചിന്തിക്കുന്ന പോലെ കുറച്ച് പേരുടെ കയ്യിൽ അക്കൗണ്ട് ലോഗിൻ ഉണ്ടായിരുന്നു, അവർ പണിഞ്ഞതാണ് എന്നുള്ളൊരു അസംഷനാണല്ലോ. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കും. പിന്നെ ഇതിനൊരു ട്രാക്ക് ഉണ്ടാവും. ഇപ്പോൾ ഷാലുവിൻ്റെ ഫോണിലാണ് ഇത് ലോഗിൻ ചെയ്ത് രണ്ടാമതെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ലോഗിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഷാലുവിനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓബിയസ്ലി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സജിനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഷാലു കണ്ടോ, നിൻ്റെ ഫോണല്ലാതെ ഇത്രയും ഫോണുകളും ഇത്രയും സ്ഥലങ്ങളും. ദാറ്റ്സ് എ തിങ്. അത് ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടില്ലെങ്കിൽ അത് ബ്ലണ്ടറാണ്. അത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലോഗിൻ എവിടേക്കാന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ ലോഗിനുകൾ എവിടെയാണ് നോക്കുക. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ആരാണെന്നുള്ളത്. അപ്പോൾ ഈ ഗർഭക്കണക്ക് തെറ്റാണല്ലേ? അപ്പോൾ ഗർഭമില്ല, ഗർഭം തെറ്റാണ്. ഉണ്ടെങ്കിൽ സജിന ഒന്ന് പറയുന്ന പറഞ്ഞത് 9 ആഴ്ച ഗർഭം ഈസ് എ ഫേക്ക് തിങ്. ഓക്കെ, എന്തോ നടക്കട്ടെ. പക്ഷേ എനിക്ക് ഹാക്കിങ് അത്ര വർക്കായില്ല.